എന്താണ് നിങ്ങളുടെ പരാതി? മിനിഞ്ഞാന്ന് വൈകുന്നേരം ഒരു 7:30 മണിക്ക് ഞാൻ എൻ്റെ വീട്ടിൻ്റെ താഴെയുള്ള കടയിൽ വന്നപ്പോൾ ചപ്പാത്തി വാങ്ങാനാണ്. ചപ്പാത്തി, ഉള്ളി, തക്കാളി. അവിടുത്തെ സ്ഥലം ബ്രാഞ്ച് സെക്രട്ടറിയും പിന്നെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും 3-4 പേരും എന്നെ വളരെ അപമാനകരമായ രീതിയിൽ, നീ കള്ളനാണ്, നീ തെണ്ടിയാണ്, ചെറ്റയാണ്, നിന്റെ തടികേടാവും, വേറെ വൈകാതെ നിന്റെ അന്ത്യം വരുമെന്നുള്ള നിലയിൽ പറഞ്ഞു. ഉപ്പും മുളകും സ്റ്റോർ എന്നാണ് അതിന് പറയാം. എൻ്റെ സുഹൃത്തുക്കളാണ്. അയാളുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു, രമ. അവർ വല്ലാതെ വിഷമിച്ചു, അവർ കരഞ്ഞുപോയി. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എൻ്റെ നാട്ടിൽ. ഞാൻ ആയിരക്കണക്കിന് കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചൊരു പേരൽ കോളേജ് അധ്യാപകനാണ്. നൗ ഐ എം എ ഫാമർ. പ്രീവിയസ്ലി ഐ ഹാവ് വർക്ക്ഡ് ത്രൂ ഔട്ട് ഇന്ത്യ ആസ് എ ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ. അപ്പോൾ അവരൊക്കെ പ്രയാസമായി. അവർ തന്നെ അവരോട് പറഞ്ഞു, ശരിയല്ല മാഷ പറയുന്നത്, നിങ്ങളോടൊന്നും അയാൾ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, സഹാക്കളെ, ഞാനൊരു പഴയ സഖാവാണ്. ഞാൻ 1975 മുതൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി CPM പ്രവർത്തകനാണ്. 77-ൽ എനിക്ക് ഫുൾ മെമ്പർഷിപ്പ് കിട്ടി. ഈ 2024 വരെയും ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. wherever I go, it is my habit to engage in political activity, always holding the red flag, whether it is Bihar or Chhattisgarh or Andhra Pradesh or Gujarat, Modi's Gujarat or Rajasthan. I always hold the Changodi or the Communist Party's flag. അപ്പോൾ അവരെ അവമാനിച്ചപ്പോൾ എനിക്ക് പറയാതെ, എന്നെ അവമാനിക്കരുത്, നീ ആരാണ്? ഞാൻ പറഞ്ഞു, VS-നെ മുമ്പ് TK ഹംസ അവമാനിച്ചിരുന്നു. കോലിട്ടിളക്കുന്ന അയാൾ. VS അതിന് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഈ ഹംസ AKG അമരാവതിയിൽ പട്ടിണി സമരം കിടക്കുമ്പോൾ കാലം വന്ന് വിളിച്ചിട്ടും പോവാത്തതിൻ്റെ കോവാല എന്ന് പറഞ്ഞ്, ഐ എം നോട്ട് എക്സ്റ്റെൻഡിങ് മൈ വേർഡ്സ് എന്ന് പറഞ്ഞ് VS അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ VS-ൻ്റെ ഒരു ഉറച്ച അനുയായിയും പോരാളിയാണ്. 2006-ലും 2011-ലും എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താകല്ല, സസ്പെൻഡ് ഫോർ 6 months എന്നെ തിരിച്ചെടുക്കുകയും ചെയ്തു. എന്നെപ്പറ്റി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മുഴുവൻ സഹാക്കൾക്കും അറിയാം. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു, എന്താണ് ഇപ്പോൾ നിങ്ങൾക്കെതിരെ വധഭീഷണി ഒരു ആരോപണം? വധഭീഷണി അവർ മുഴക്കി. വധഭീഷണി, നിന്റെ കാര്യം പോക്കാണ്, നിന്നെ തട്ടും എന്ന് തന്നെ അവർ രണ്ടാളും പറഞ്ഞു. എനിക്കതിലൊരു പേടിയില്ല. ഞാനൊരു ബോൾഷെവിക് കമ്മ്യൂണിസ്റ്റാണ്. ഐ ആം നോട്ട് എ ബുർഷ്വാ കമ്മ്യൂണിസ്റ്റ്, ഐ ആം എ ബോൾഷെവിക് കമ്മ്യൂണിസ്റ്റ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ MV ബാലകൃഷ്ണൻ മാഷുടെ അപരനാമത്തിൽ നിങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ്? സാഹചര്യം, ഞാൻ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് ഏപ്രിലിൽ നടക്കുമ്പോൾ ആ മാർച്ച് മാസത്തിൻ്റെ മെമ്പർഷിപ്പ് ഒന്ന് ഒഴിഞ്ഞു നിന്നിരുന്നു. ദ റീസൺ ഈസ് ദാറ്റ് മൈ പാർട്ടീസ് കോഅലീഷൻ വിത്ത് കോൺഗ്രസ് ഓൾ ഓവർ ഇന്ത്യ, അതർ ദാൻ എക്സെപ്റ്റ് കേരള. എനിക്ക് ഈ നയത്തിൽ അഭിപ്രായത്തിൽ കോൺഗ്രസുമായി കൂട്ടുകൂടുന്നെങ്കിൽ ഇന്ത്യ മുഴുവനും കൂട്ടുകൂടണം. അതിൽ അന്തസ്സുണ്ട്, കേരളത്തിന് കൂട്ടണം. സീറ്റ് ഷെയർ ചെയ്തെടുക്കുക, പാർലമെൻറ്റിൽ 10-20 ആൾ പോവുക. പിന്നെന്ത് പണി? അല്ലാതെ ബംഗാളിൽ കൂട്ടുകൂടുകയും ഇവിടെ കൂട്ടില്ല എന്ന് പറയുകയും തമിഴ്നാട്ടിൽ കൂട്ടുകൂടുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പ് നയമാണ്. ഇറ്റ് ഷോസ് ദി ഡബിൾ ഫേസ് ഓഫ്. ഓക്കെ, ഇരട്ടത്താപ്പ് നയം എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വധഭീഷണി മുഴക്കിയെന്ന് പറഞ്ഞു, ഇതിന് താങ്കളുടെ കയ്യിൽ തെളിവുണ്ടോ? ഇതിന് ഏതെങ്കിലും തരത്തിൽ പരാതി നൽകിയിട്ടുണ്ടോ? തെളിവ് ഞാൻ ഉടനെ തന്നെ ആ സ്ഥലത്ത് ഉള്ള ചാർജുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ എന്നെ തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഞാൻ വിളിച്ചു പറഞ്ഞു, വധഭീഷണിയുണ്ട്, യു മസ്റ്റ് ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ, റിപ്പോർട്ട് ടു ദി ഹയർ അതോറിറ്റീസ്. അതിൻ പ്രകാരം അദ്ദേഹം ACPക്ക് അറിയിക്കുകയും ACP എന്നെ വിതിൻ സെക്കൻഡ്സ് ACP വിളിക്കുകയും എന്തെങ്കിലും സഹായം വേണം. ഞാൻ പറഞ്ഞു, ഐ നീഡ് നോട്ട് പോലീസ് പ്രൊട്ടക്ഷൻ, ഐ നീഡ് ദി പ്രൊട്ടക്ഷൻ ഫ്രം ദി പീപ്പിൾ. ഐ നെവർ ഡിപ്പെൻഡഡ് പോലീസ് അപ് ടു ദി 65 years. ഇപ്പൊ താങ്കളുടെ കയ്യിൽ വധഭീഷണി മുഴക്കിയതിന് തെളിവുണ്ടെന്നാണ്? തെളിവ് അവിടെ പോലീസ് പോയി അന്വേഷിച്ചത്, സ്പെഷ്യൽ ബ്രാഞ്ച്. അതൊക്കെ അവർ പോലീസ് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണല്ലോ. പോലീസിൽ റിട്ടേൺ പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല. ആർക്കെതിരെ റിട്ടേൺ പരാതി കൊടുത്താൽ പരിഹരിക്കപ്പെടുന്നുണ്ടോ? യു ടെൽ മീഡിയ പേഴ്സൺസ്, ഈസ് ദർ എനി കൈൻഡ് ഓഫ് സോൾവിംഗ് ദി പ്രോബ്ലംസ് ഓഫ് ദി പീപ്പിൾ ഈവൻ ആഫ്റ്റർ ഗിവിംഗ് സോളിഡ് പ്രൂഫ്? എന്തായാലും ഒരു പരാതി കൊടുക്കുക എന്നതല്ലേ ഒരു കടമ? നോ, റിട്ടേൺ എഴുത്തും വായനയും വരുന്നതിന് മുമ്പ്, ഈവൻ ബിഫോർ ഇൻവെന്റിംഗ് ദി ലെറ്റേഴ്സ്,
ഇവിടെ പ്രശ്നങ്ങൾ വാമൊഴിയായി പരിഹരിക്കപ്പെട്ടിരുന്നു. എഴുത്തുരേഖയിൽ മത്സര രംഗത്ത് എന്തായാലും ഉറച്ച് പോരാട്ടം തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും ഞാൻ 10,000-കണക്കിന് കുട്ടികളെ കേരളത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ ദി ലാസ്റ്റ് 40 years or more. They will support me. My students will collect votes and support me. They know this teacher, Balakrishnan Master, English Balakrishnan Master. ഞാൻ ഇംഗ്ലീഷ് പറയും നിങ്ങൾ ഏറ്റിക്കാനില്ല. ഞാൻ ദിവസം ചാണകം വാരുന്ന ഒരാളാണ്, മണ്ണും. അയമേ എന്തായാലും വളരെ ഗുരുതരമായ ആരോപണമാണ് നിങ്ങൾ ഉന്നയിച്ചത്. ഒരു പരാതി നൽകുക എന്നത് ഒരു ഉത്തരവാദിത്വമല്ലേ? പരാതി പരിഹരിക്കപ്പെടും. ഞാൻ പറഞ്ഞിരുന്നു, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് എന്നെ വിളിച്ചപ്പോൾ, യു മസ്റ്റ് സർ, ഐ റിക്വസ്റ്റ് യു ടു റെക്കോർഡ് ഓൾ മൈ വേർഡ്സ്. ടുമാറോ മോർണിംഗ് ഐ വിൽ ഗോ ടു കാസർഗോഡ് ആൻഡ് ഐ വിൽ ഡയറക്ട്ലി സബ്മിറ്റ് മൈ പ്രോബ്ലം ഓർ കംപ്ലൈന്റ് ബിഫോർ ദി റിട്ടേണിംഗ് ഓഫീസർ, ദ റെസ്പെക്ടഡ് കളക്ടർ ഓഫ് കാസർഗോഡ്. ഓക്കെ, അതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും വധഭീഷണി മുഴക്കിയെന്ന് അദ്ദേഹം പറയുമ്പോഴും ഏതെങ്കിലും തരത്തിൽ പരാതി ഇതുവരെ നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ തുടർന്ന് മത്സരിക്കാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം.